സ്ഥിരമായിട്ട് പറയും ഇപ്പം ഒന്നുമില്ല, ഞാൻ എൻ്റെ ഭാര്യയും ഒരു എത്തുന്നില്ല ജീവിതത്തിൽ ജീവിക്കുകയാണ്. ആരും സ്വന്തത്തിൽ പറയുന്ന ആൾക്കാരുണ്ടല്ലാണ്ട് വേറെ സ്വന്തമായിട്ട് വീടോ താമസിക്കാനോ ഒന്നുമില്ല. ഞങ്ങൾ വലിയ മുസീബത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, അത് കണക്കാക്കി കഴിഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് പ്രശ്നം എടുത്തിട്ടില്ലാന്ന് മാത്രം മാസത്തിൽ കഴിഞ്ഞ് പോകുന്നുണ്ട്. എടുക്കാനൊരു കിടപ്പാടും ഇല്ല, നമുക്കിന്ന് ജീവിക്കാനുള്ളൊരു വഴിയും കാണുന്നില്ല. അങ്ങനെ പോകുന്നു. ഭാര്യയ്ക്ക് കുറച്ചൊരു അസുഖമുണ്ട്. ഇവിടെ എന്തിനു വന്ന ഇവിടെ നമ്മളെ ഭാര്യയ്ക്ക് വന്നതാണ്. അവിടെ കുറഞ്ഞൊരു ചൈതാന്യത്തിൻ്റെ ഇതുണ്ട്. അപ്പം അത് ഇവിടുന്ന് കുറേ സമാധാനമായി കിട്ടി. ഇനി കുറഞ്ഞ ഭാഗ്യമുള്ളൂ. ഒരു 90% കഴിഞ്ഞ് 10% ഉള്ളൂ. ചൈതാന്യത്തിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ അതായത് ഇവൾക്ക് ചെറുപ്പത്തിലെന്തോ ദേഹത്തിൽ കൂടിയിട്ട് അത് കുറെ കാലത്തിനൊന്നും സംഭവിച്ചില്ല. ഇപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞൊരു പെട്ട് സുമാർ ഒരു 19-20 കൊല്ലത്തോളായി. അപ്പോൾ അത് ഇപ്പോൾ അടുത്ത കാലത്ത് സുമാർ 5-6 കൊല്ലമായിട്ട് സ്റ്റാർട്ടായാലും തുടങ്ങി. അതിന് മുമ്പൊന്നും കുഴപ്പമില്ല. അപ്പോൾ അത് പല സ്ഥലത്തും പോയി നോക്കിച്ചപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇത് ദേഹത്തിൽ ചെറുപ്പത്തിലെ കൂടിയതാണ്. യൗവന ടൈമിൽ, പ്രായപൂർത്തിയായ ടൈമിൽ പറഞ്ഞത് ഇത് ഒന്ന് നമ്മളെ മമ്പറത്തുനിന്ന്, പിന്നെ കേരളത്തിൽ തെക്ക് കാര്യപ്പെട്ട ഒരു കണക്കൊരു കിതാബ് നോക്കുന്ന ആളുണ്ട്, അവിടുന്ന് പറഞ്ഞു. അങ്ങനെ 2-3 സ്ഥലത്ത് പറഞ്ഞു. കിതാബ് നോക്കിയില്ല പറഞ്ഞത്, വേറെ ബാക്കിയുള്ളടത്ത് പോയി. ഞാൻ നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള നീക്കമുള്ളൂ, ബാക്കിയുള്ള നമുക്ക് നീക്കും. അപ്പൊ പറഞ്ഞു നോക്കുമ്പോൾ പെരുമാറ്റം നോക്കുമ്പോൾ ശരിയാണ്. അപ്പൊ അതിൽ 3 ഉണ്ടായിരുന്നു, 2 ഒഴിവായി പോയി. അജ്മീറിലും അവരുടെയൊക്കെ പോയിട്ട് പല സ്ഥലത്തും, നാവൂർ, മുത്തുപേട്ട, അജ്മീർ, ഇങ്ങനെ പിന്നെ ആന്ധ്രയിൽ 2 സ്ഥലങ്ങളുണ്ട് കാര്യപ്പെട്ട ആന്ധ്ര സ്റ്റേറ്റിൽ. കശ്മീർ എന്ന് പറയും, അങ്ങനെ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഉള്ളാളം, അങ്ങനെ പല സ്ഥലത്തും, മമ്പറത്ത്, ഇങ്ങനെ പല സ്ഥലത്തും പോയി ടാഗ് ക്ലിയർ ആയി. ഒരാൾ ബാക്കിയുണ്ട്, അതിപ്പോൾ അതിൻ്റെ ശല്യമുള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോൾ തലയിട്ട് ഇങ്ങനെ ചുമരും അടിക്കുക, ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് ചില അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക. സ്വയം വേറെ ശല്യാർക്കില്ല, അവൾ സ്വയം നമ്മളെ ഇങ്ങനെ നഷ്ടപ്പെടുത്തണമായി. അപ്പം അതിവിടെ വന്നപ്പോൾ കുറേ സമാനമുണ്ട്. ഞാൻ വന്നേലും ഇവിടെ വന്നപ്പോൾ സമാനം. ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി? സുമാർ 10-16 ദിവസമായി. 16 ദിവസം. എന്നിട്ട് ഭേദമുണ്ടെന്ന് ഭേദമുണ്ടെന്നാണ് എന്റെ കണക്കൂട്ടില്ല. അത്ര അവരെല്ലാവരും പഴയമായിട്ട് നോക്കുമ്പോൾ അവിടെ മുമ്പത്തിൽ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ 2 മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോ പോയി എന്ന് പറഞ്ഞല്ലോ. പോയി എന്ന് പറഞ്ഞു. അത് ഇതെന്താ അവിടെ പോയിരുന്നത്? ഇത് കുറച്ച് പഴക്കം ചെന്നാ പറയുന്നത്, പെട്ടെന്ന് പോവില്ല അദ്ദേഹത്തിന്. അത് രക്തത്തിൽ കൂടി കലർന്നാ പറയുന്നത്. അത് പെട്ടെന്ന് പോണ കുറെ മെനക്കറുണ്ട് എന്നാ പറഞ്ഞിട്ടില്ല. പലരും പറഞ്ഞത് ആലിമീകളും അവരതിനെക്കാട്ടും പിന്നെ കറാമത്ത് ഇവർക്ക് എന്നാണ് എന്റെ കണക്കൂട്ടില്ല. അള്ളാഹുവായാലും ഇവിടെ വന്നപ്പോ നമുക്കൊരു വ്യത്യാസം കാണുന്നുണ്ട് അവൾക്ക്. അതായത് ഇങ്ങനെ കേട്ടിട്ട പിരാവന്തോട് ഷെഫോന എന്നൊരാളുണ്ടായിരുന്നു, ഒപ്പാത്തായല്ലോ. മൂപ്പര് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങളെ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട്. മൂപ്പര് തന്നെ പറഞ്ഞത് ഈ വാക്കനെ ഉപയോഗിച്ചു. ഇവൾക്ക് ശല്യങ്ങളുണ്ട്, അതുകൊണ്ട് ക്രിമിനാലിൽ പോവുള്ളൂ, പെട്ടെന്ന് പോകൂല. മാനസികമായിട്ട് സംസ്ഥ കാണിച്ച്. അപ്പൊ അവർക്കൊന്നും ഒരു പറ്റി പിടുത്തം കിട്ടുന്നില്ല. മരുന്ന് കൊടുത്താലും ചാടിക്കളഞ്ഞു. അന്ന് കഴിച്ചോണ്ട് ഒരു മാസം ഗുളിക. അത് ഞങ്ങൾ ബംഗളൂർ കൊള്ളാൻ താമസിച്ചു. ഞാൻ ബംഗളൂർ നമ്മൾ വിവാഹം ചെയ്തു, ബംഗളൂർ എത്തിയാ. പക്ഷെ കേരളീയാണ്, അവിടെ പെറ്റ് വളർന്നതാണ്. അപ്പൊ അവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട്, മാനസിക ഹോസ്പിറ്റൽ. അവിടെ ബംഗളൂർ കേട്ടിട്ടുണ്ടാവില്ല. ഇതിന്റെ ചരിത്രം എന്താ പറയാ? ഭീമന്റെ വലിയ ചരിത്രം വെച്ചാല് അവരിവിടെ വന്ന് സുമാർ ഒരു ഇങ്ങനെ മയ്യത്തായ ഇങ്ങനെ 3-4 ദിവസം കഴിഞ്ഞ് കടലിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കരക്ക് കടയും കുറെ അങ്ങോട്ട് പിന്നാക്കം പോവും. അങ്ങനെ ആയി. പക്ഷെ കാക്കയും പരന്തും ഇതെല്ലാം വന്നിങ്ങനെ ചുറ്റിയല്ലാണ്ട് അടുത്ത് പോകുന്നില്ല. അങ്ങനെ ആൾക്കാർക്ക് പിന്നെ കുറെ ഇങ്ങനെ ആയപ്പോൾ കുറെ സംശയം കുടുങ്ങി. പിന്നെ മറ്റേ കൂട്ടരുണ്ടല്ലോ, ആര് ഹിന്ദുക്കള്, അവർ ചെല്ലുമ്പോൾ ദൂരെ കടലിലേക്ക് പോകും. അങ്ങനെ ആയാൽ ലാസ്റ്റ് നമ്മളിവിടുത്തെ ആൾക്കാർ കുറച്ച് ആൾക്കാർ മെനക്കെട്ടിട്ട് അവർ കണക്കൂട്ടി ചെയ്യാൻ നമുക്ക് ഈ മയ്യത്ത് മറികടക്കാമെന്ന്. അങ്ങനെ അവർ മയ്യത്തെടുത്ത് രാത്രി മഴ ടൈമിൽ നല്ല മഴയും പെയ്യുന്നു. ഈ മയ്യത്തെടുത്ത് കുളിപ്പിക്കാൻ നോക്കുമ്പോൾ ആരും കിട്ടിയില്ല. അവരെന്നെ ഒരു വയസ്സായ കവനെ കൊടുന്ന് കുളിപ്പിച്ചു. സ്ത്രീയാണോ? സ്ത്രീയാണ്. സ്ത്രീക്ക് പേരുണ്ടോ? ബീബി എന്തോ നല്ലൊരു പേര് പറഞ്ഞു. ബീബി നല്ലൊരു പേരെ പറഞ്ഞു. ഫാത്തിമ സൂറ. ഈ പേരെങ്ങനെ മനസ്സിലായത്? ഈ പേര് അവര് സ്വപ്നത്തിൽ കാണിച്ചെന്ന് പറയുന്നുണ്ട്. ആർക്കും സ്വപ്നത്തിൽ കാണിച്ചു? നടത്തിയതാണ് ഫസ്റ്റിൽ. 21 കൊല്ലമായല്ലോ ഇവിടെ ഒപ്പാത്തായി. ആദ്യം പേരുണ്ടായിരുന്നില്ല. ഇല്ല, ആദ്യം അതായത് മയ്യത്തായിട്ട് വന്നത്. വ്യക്തമായിട്ട് എങ്ങനെ മനസ്സിലാവോ ഒരു സ്ത്രീന്റെ ജഡം വന്നു കഴിഞ്ഞാല് അത് മുസ്ലിമാണോ അമുസ്ലിമാണോ എന്നുള്ളത് വ്യക്തമാവോ? അത് ഇവർക്ക് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരിക്കാം. അവന്റെ കഴിവാണല്ലോ, അതിന്റെ കഴിവ് കൊടുക്കുമല്ലോ അവർ. അള്ളാഹിനോട് അടുത്ത കൂട്ടർക്കും അള്ളാഹിന്റെ ദാസന്മാർക്കും ദാസികൾക്കും അവർ കഴിവ് കൊടുക്കുമല്ലോ. അപ്പൊ അവർക്ക് ഒരു പ്രകടനം മനസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും, അങ്ങനെ ആയിരിക്കുമെന്നത്. അപ്പൊ ആ സങ്കല്പം ശരിയായിരിക്കാം. അവിടെയാണ് കണക്ക്. ഇത് മറവ് ചെയ്ത ആരാണെന്ന്
ഇവിടുത്തെ ഈ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഒരു 14 ആള് കൂടി. അതെ, ഈ മുക്കുവന്മാര് അല്ല, മീൻപിടുത്തക്കാർ. പക്ഷെ നമ്മളെ മുസ്ലിം മീൻപിടുത്തക്കാർ, കടപ്പുറക്കാർ.